ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും കുറേ നാൾ കൊണ്ട് ആഗ്രഹിച്ചൊരു കാര്യം നടക്കാൻ പോകുന്നൊരു ഡേ ആണ്. കാരണം നമ്മൾ കുറേ നാൾ മുന്നേ തന്നെ പ്ലാൻ ചെയ്യുകയാണ് നമ്മളെല്ലാവരും കൂട്ടിയിട്ടുള്ള ഒരു ഔട്ടിങ്. പക്ഷേ ഇതുവരെ അത് നടന്നിട്ടില്ലായിരുന്നു. അങ്ങനെ കുറേ നാൾ കൊണ്ട് ആഗ്രഹിച്ചൊരു കാര്യം നടന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു നമ്മളെല്ലാവരും ചേർന്ന് ഇന്ന് എവിടെ തൊട്ടാ പോയിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ആ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലേ? നിങ്ങൾക്ക് മനസ്സിലായി എന്നറിയാം, എങ്കിലും ഞാൻ പറയണമല്ലോ, അതുകൊണ്ട് പറയുക. ഞാനിന്ന് ലുലു മോളിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാനല്ല, നമ്മളെല്ലാവരും ചേർന്ന് ഇന്ന് ലുലു മോളിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ എൻട്രൻസിലോട്ട് കയറിയപ്പോൾ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ സെക്ഷനായിരുന്നേ, ബ്യൂട്ടി പ്രൊഡക്ട്സ്. പക്ഷേ നമ്മൾക്ക് അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ബ്യൂട്ടി പ്രൊഡക്ട്സ് അത്രയും കാശ് കൊടുത്ത് വാങ്ങില്ലെന്ന് നമ്മൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്ന ആ ടോയ് സെക്ഷനിലോട്ടായിരുന്നു. കാരണം അവിടെയാണെങ്കിൽ ചുമ്മാ ഇരുന്ന് കളിക്കുകയെങ്കിലും ചെയ്യാമല്ലോ. അതുകൊണ്ട് നമ്മൾ നേരെ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് ടോയ് സെക്ഷനിലോട്ടായിരുന്നു. നമ്മൾക്ക് ഇത്രയും പ്രായവും പക്വതയൊക്കെ ആയെന്ന് അറിയായിരുന്നെങ്കിലും നമ്മൾക്ക് ടോയ് സെക്ഷൻ കാണുമ്പോൾ എന്നൊരു വീക്ക്നെസ് ആണല്ലോ അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കയറി ചെന്നപ്പോൾ തന്നെ അവിടെയുള്ള ടോയ്സ് ഒക്കെ ആയിട്ട് കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ഉള്ളേ, ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്, അതിലങ്ങോട്ട് കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്താ അല്ലേ, നമ്മൾ ഇത്രയും വലുതായിട്ടും ആ ടോയ്സിനോട് കളിക്കാനുള്ള ഇഷ്ടം ഇതുവരെയും നമ്മൾ വിട്ട് പോയിട്ടില്ല അല്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളെല്ലാവരും എത്രമാത്രം എൻജോയ് ചെയ്തുകൊണ്ടാണ് ഈ ഗെയിംസ് ഒക്കെ കളിക്കുന്നതെന്ന്. കാരണം നമ്മൾക്ക് ഇതൊക്കെ തന്നെയായിരുന്നു അവിടെ ചെന്നിട്ടുള്ള ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറയുന്നത്. സത്യം പറയാലോ, ഈ ഗെയിം സെക്ഷനിലോട്ട് പോയപ്പോഴാണ് നമ്മളെല്ലാവരും ആക്റ്റീവായെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര സന്തോഷമായി ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തോട്ട്. പിന്നെ അവിടുന്ന് ഇറങ്ങാൻ മനസ്സുണ്ടായിട്ടല്ല, മൊത്തത്തിൽ ഒന്ന് ചുറ്റി കാണണമല്ലോ, അതുകൊണ്ട് മാത്രം അവിടുന്ന് ഇറങ്ങി നമ്മൾ പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ എവിടെ കണ്ണാടി കാണുന്നോ അവിടെ നിന്നൊക്കെ നമ്മൾക്ക് മിറർ ഫോട്ടോ എടുക്കേണ്ടത് ഭയങ്കര നിർബന്ധമായ കാര്യമായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ചേർന്ന് ഒരു മിറർ ഫോട്ടോ എടുക്കുമായിരുന്നു. അതായിരുന്നു അവിടുത്തെ മറ്റൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. പിന്നെ എന്താ വിശേഷം, മൊത്തത്തിൽ അവിടെ ചെന്ന് ചുറ്റിക്കറങ്ങി നടക്കുക, അതൊക്കെ തന്നെയായിരുന്നു. എല്ലാ കടയും കയറി ഇങ്ങനെ ചുമ്മാ നടന്നുകൊണ്ടിരിക്കുക, ഇത് തന്നെയായിരുന്നു അവിടുത്തെ മൊത്തമുള്ള എൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ ചുമ്മാ ചുറ്റി നടന്നതിന് ശേഷം നമ്മൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് നേരെ ഫണ്ടിയൂറയിലോട്ടായിരുന്നേ. ഫണ്ടിയൂറ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സെക്ഷൻ തന്നെയാണ് മറ്റൊരു പോലെ. എന്നിട്ട് അവിടെയുള്ള ടോയ്സും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫണ്ടിയൂറയിൽ ചെന്നപ്പോഴത്തോട്ട് തന്നെ അവിടെ കുറേ കൊച്ചുങ്ങളൊക്കെ ഗെയിംസിലോട്ടൊക്കെ വന്ന് കളിക്കുന്നുണ്ടായിരുന്നേ. രാവിലെ വലിയ തിരക്കില്ലായിരുന്നു, കുറച്ച് ഉച്ച കഴിഞ്ഞപ്പോഴത്തോട്ട് അവിടെയൊക്കെ ഭയങ്കര തിരക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടത്തോട്ടൊന്നും കാല് വെക്കാൻ തന്നെ സ്ഥലമില്ലായിരുന്നു. പിന്നെ നമ്മുടെ നൈശാനയ്ക്ക് ഒരാഗ്രഹം അവിടെ കയറിയിരിക്കുന്ന വണ്ടി കയറിയിരിക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ചെന്നിരിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ അവളുടെ ആഗ്രഹവും സാധിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് എന്നും ഓർത്ത് ചിരിക്കാൻ വേണ്ടി ഒരു വീഡിയോ ക്ലിപ്പും കൂടി എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ ആ വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അവളുടെ അനിയത്തിയാണ്. ചേച്ചിയെ കണ്ട അനിയത്തി വളരുക എന്നൊക്കെ പറയാറില്ലേ, അതിനുദാഹരണം. ചേച്ചി വണ്ടി ഓടിച്ചപ്പോൾ അവൾക്ക് ഓടിക്കണമെന്ന്. അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവൾ ഓടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം ഫണ്ടിയൂറയിലും ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ടോയ് പിക്കറൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ചെന്ന് ഒത്തിരി നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഇങ്ങനെ ചുമ്മാ നോക്കി നിന്നു. അത് ഭയങ്കര രസമായിരുന്നു ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടി. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ കുറേ നേരം ഫണ്ടിയൂറയിലും കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് പോയിട്ട് ഇഷ്ടപ്പെട്ട സെക്ഷൻ എന്ന് പറഞ്ഞാൽ ടോയ് സെക്ഷനും ഫണ്ടിയൂറയായിരുന്നു. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. പിന്നെ കുറേ നേരം കൊണ്ട് നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തോട്ട് ബോറടിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോഴത്തോട്ട് നമ്മൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെയും നമ്മളെല്ലാവരും അവിടെയൊക്കെ തന്നെ കുറേ നേരം ചുറ്റി നടന്നുകൊണ്ടേയിരുന്നു. ഏകദേശം കുറേ നേരം അവിടെയൊക്കെ തന്നെ ചുമ്മാ നടന്നുകൊണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും. പിന്നെ എന്താ പറയുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ എല്ലാവരും ഒന്നിച്ച് ഓരോ കഥയൊക്കെ പറഞ്ഞ് നടക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ബോറടി ഉണ്ടാവില്ല. നമ്മളെല്ലാവരും ഇങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത് ഫ്രീ ബേർഡ്സ് ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അവിടെ യൂസഫലിയെ കണ്ടിട്ടുണ്ടായിരുന്നു. നൈശാന പറഞ്ഞു ഇതേ യൂസഫലി ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ അവിടെ പുച്ഛിച്ചേ, പിന്നീട് ഈ യൂസഫലിയാണോ, നമ്മൾക്കറിയില്ല യൂസഫലി എന്ന് അറിയുന്നതുകൊണ്ട് നമ്മൾ ഗൂഗിളിൽ നോക്കി. അപ്പോൾ മനസ്സിലായി അവൾ പറഞ്ഞത് ശരിയായിരുന്നു, അത് യൂസഫലി ആയിരുന്നു. കാരണം അവിടെ പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് അദ്ദേഹം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി താഴെ പോയപ്പോഴത്തോട്ടും അദ്ദേഹം അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തോട്ടും ഓപ്പോൻ്റെ പുതിയ ഫോണായ ഓപ്പോ F31 ലോഞ്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവിടെ ലക്കി ഡ്രോ ഉണ്ടായിരുന്നേ. അങ്ങനെ അവരുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ലക്കി ഡ്രോ ഇടാൻ വേണ്ടി പറ്റുമായിരുന്നു. അങ്ങനെ ലക്കി ഡ്രോ ഇടാൻ വേണ്ടി ഇൻസ്റ്റ അക്കൗണ്ട് ഫോളോ ചെയ്ത് ലക്കി ഡ്രോ ഇടുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ലക്കി ഡ്രോ അടിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇടുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, എല്ലാവരും ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചൊക്കെ ഇടുവാണ്. ആ പ്രാർത്ഥനയൊക്കെ വലിക്കുമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇച്ചിരി ലക്കി ഉണ്ടോ നമുക്ക് നോക്കാം. ആർക്കെങ്കിലും അടിക്കുമോ എന്നൊക്കെ നോക്കണമല്ലോ. പിന്നെ ഈ കുട്ടികളെ കണ്ടോ, ഈ കുട്ടികളെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ ചെറുപ്പം ഓർത്തേ. ഞാനും എൻ്റെ അനിയനും എപ്പോഴും ഇങ്ങനെയാണ്, എവിടെ പോയാണെങ്കിൽ ഒരുമിച്ച് ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുക. പിന്നെ ഈ നിൽക്കുന്ന പക്ഷിയെ കണ്ടോ, ഈ പക്ഷിയെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്നാണ് തോന്നുന്നത്? നമ്മൾക്ക് എല്ലാവർക്കും ഈ പക്ഷിയെ കണ്ടപ്പോൾ പല പല അഭിപ്രായങ്ങളായിരുന്നേ. ചിലവർക്ക് കാക്കയായിട്ട് തോന്നുന്നു, ചിലവർക്ക് വേറെ കുറേ പക്ഷികളായിട്ട് തോന്നുന്നു. പക്ഷേ ഇത് ശരിക്കും ഉപ്പനായിരുന്നു. അത് അവിടെ വായിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ വീണ്ടും നടക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ.
കുറേ നേരത്തെ നടത്ത സവാരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും ചേർന്ന് ലുലുവിലെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. കാരണം അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് വാങ്ങാമെന്നോർത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നേ. കാരണം കുറേ നേരം ഇങ്ങനെ നടത്ത സവാരിയൊക്കെ നടത്തിയപ്പോഴത്തോട്ട് നമ്മളങ്ങ് വല്ലാതെ വിശന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരമാണെങ്കിൽ അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ട് ചുമ്മാ അങ്ങനെ നടന്നു. അങ്ങനെ ഫിഷ് മാർക്കറ്റിൽ പോയിരിപ്പോഴത്തോട്ടും ഫിഷൊക്കെ ഇങ്ങനെ പലതരത്തിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ അവിടെ കുറേ നേരം നോക്കിയിരുന്നു. അങ്ങനെ പല പല സ്ഥലത്തിൽ അവിടെ മൊത്തം അങ്ങ് റൗണ്ട് അടിച്ച് കാണുമായിരുന്നു നമ്മളെല്ലാവരും. അങ്ങനെ ആ ഹൈപ്പർ മാർക്കറ്റ് മൊത്തം ചുറ്റി നടന്നു. അങ്ങനെ നമ്മുടെ ഫേവറേറ്റ് സെക്ഷനായ പേസ്ട്രീസ്, കേക്ക്, അതിൻ്റെയൊക്കെ സെക്ഷനിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നേ. നമ്മളെല്ലാവരും ലുലുമാളിൽ പോകുമ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നേ അതിനകത്ത് നിന്നൊന്നും വാങ്ങുന്നൊന്നുമില്ല, നമ്മൾക്കെല്ലാം പുറത്തുനിന്നൊക്കെ ഫുഡൊക്കെ കഴിക്കാമെന്ന്. പക്ഷേ അതിനകത്ത് ഹൈപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ പ്രത്യേകിച്ച് പേസ്ട്രീസും കേക്കിൻ്റെയൊക്കെ സെക്ഷനിൽ പോയപ്പോഴത്തോട്ടും നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെന്നൊക്കെ പറയില്ലേ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ചേർന്ന് നമ്മുടെ ഡിസിഷൻ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ചേർന്ന് ഒരു കേക്ക് അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതായിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്ന ഒരു കാര്യം എന്ന് വേണമെങ്കിൽ. ബാക്കിയൊക്കെ നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഇതായിരുന്നു ആക്സിഡൻ്റലി നടന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാവരുടെ മുഖത്തും അതിൻ്റേതായ സന്തോഷം കാണുന്നുണ്ട്. കണ്ടോ, നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ആ കേക്ക് മുറിക്കാൻ വേണ്ടി പോകുന്നൊരു കാഴ്ചയാണ്. നമ്മളപ്പോൾ ഇതൊക്കെ ആയിട്ട് ഫുഡ് കോർട്ടിലോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ അവിടെ ചെന്നിട്ട് കേക്കൊക്കെ മുറിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു. ഇതേ കണ്ടോ, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇതേ നമ്മളെല്ലാവരും ചേർന്ന് കേക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും സന്തോഷത്തോടുകൂടി അങ്ങനെ കേക്കൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേക്ക് കട്ടിങ്ങിൻ്റെ വിശേഷങ്ങൾ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നത്. സത്യത്തിൽ ഈ ഒരു കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ചെയ്തായിരുന്നു. നമ്മൾ ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് ഈ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. കാരണം ഞാൻ ഇത്തിരി മൂഡ് ഓഫ് ആയിരുന്നു. എന്തെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തോട്ട് എൻ്റെ ഫോണൊന്നോ ഹാങ്ങായി പോയിട്ട് ഞാൻ എൻ്റെ മീഡിയാസൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ രാവിലെ മുതൽ എടുത്തിട്ടുണ്ടായിരുന്ന വ്ളോഗും എല്ലാ ഫോട്ടോസും ഒക്കെ ഡിലീറ്റായി. അപ്പോഴത്തോട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തോട്ട് ഈ കേക്കും ഇതൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോഴത്തോട്ടും എനിക്ക് ആ മൂഡ് ഓഫ് ഒക്കെ മാറി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് ആ സങ്കടമൊക്കെ മാറ്റി നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളോടത്ത് ഈ കേക്കൊക്കെ കഴിച്ച് വയറിറഞ്ഞ സ്ഥിതിക്ക് കുറച്ചും കൂടി ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ വീണ്ടും അവിടെയൊക്കെ കൂടി കുറേ നേരം ചുറ്റി നടന്നു. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ ചുറ്റി നടന്നതിന് ശേഷം നമ്മൾ വീണ്ടും ലുലുവിലെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടുത്തെ ചോക്ലേറ്റ് സെക്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ചോക്ലേറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. അവിടെ പോയില്ലെങ്കിൽ എനിക്ക് സങ്കടമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ആ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറി ചോക്ലേറ്റിൻ്റെ സെക്ഷനിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ കുറേ നേരം ചോക്ലേറ്റ്സ് ഒക്കെ കണ്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കുറേ നേരം അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ മനസ്സൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് അങ്ങനെ കുറേ നേരം ചോക്ലേറ്റ് സെക്ഷനൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇതായിരുന്നു ഫൈനലായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നത് വേറെ എവിടത്തോട്ടുമല്ല, ഫുഡ് കഴിക്കാൻ വേണ്ടിയായിരുന്നേ. ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഫുഡ് കഴിക്കാൻ. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊക്കെ ശേഷം നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് എന്ന് പറഞ്ഞാൽ മന്തിയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തുള്ള സ്പെഷ്യൽ. നമ്മളെല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുന്ന ഓരോ കാര്യം മാത്രമേ ഉള്ളൂ. അത് നമ്മളെല്ലാവരും ഒരേപോലെ സന്തോഷിക്കുന്ന, ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഓരോ കാര്യം ഔട്ടിങ്ങും ഫുഡുമാണ്. ഫുഡും ഔട്ടിങ്ങും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ നമ്മളെല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെയും കാണാം ഈ ഫുഡ് കഴിക്കുമ്പോൾ ഒത്തിരി ഉള്ള ഈ സന്തോഷം. അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ആസ്വദിച്ച് കഴിക്കണ്ട, ആരെയും ഡിസ്റ്റർബ് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് നേരത്തേക്ക് ഞാൻ വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് വെച്ച് നമ്മൾ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരത്തിന് ശേഷം അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ബുക്ക് സ്റ്റാളിലേക്കായിരുന്നു, മെട്രോനടുത്തുള്ള ഒരു ബുക്ക് സ്റ്റാളിലേക്ക്. അങ്ങനെ നമ്മളെല്ലാവരും ബുക്ക് സ്റ്റാളിൽ ചെന്ന് കുറേ ബുക്കൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മളെല്ലാവരും കുറേ ബുക്കൊക്കെ നോക്കി. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലെ വായനക്കാരായ ജോ എന്ത് ചെയ്ത് അവിടെ നിന്ന് ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ബുക്കൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തോട്ടും അനുപ്രിയക്കാണെങ്കിൽ ഒരു കൊതി മധുരം കഴിക്കാൻ വേണ്ടി. ഈ മന്തിയൊക്കെ കഴിച്ചിട്ട് ഒരു മധുരം വേണമെന്ന്. എന്നിട്ട് നമ്മൾ അവിടെ അടുത്തുള്ള കടയിൽ കയറി ഒരു പുളിമിഠായിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആ പുളിമിഠായിയൊക്കെ കഴിച്ച് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നെയാണെങ്കിൽ എനിക്കൊരു സങ്കടം, ഈ വീഡിയോ മൊത്തം ഞാൻ എടുക്കുന്നതുകൊണ്ട് തന്നെ മിക്ക വീഡിയോയുള്ള ഈ വ്ളോഗിനകത്ത് ഞാനുണ്ടാവില്ല. അതുകൊണ്ട് നജ്മയോട് പറഞ്ഞ് ആ സങ്കടം മാറ്റാൻ വേണ്ടി എടുത്ത ഒരു വീഡിയോ ക്ലിപ്പാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ക്ലിപ്പ് എടുത്തതോടുകൂടി ആ സങ്കടവും മാറിക്കിട്ടി. അപ്പം ഞാനിവിടെ ഹാപ്പി ആയിട്ടുണ്ട്. പിന്നീടാണെങ്കിൽ നൈഷാനിക്കും നജിമിക്കും ഒക്കെ ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. അവരവരുടെ വീട്ടിലോട്ട്, നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനിടയിൽ ഞാൻ ഓർത്ത് നമ്മൾക്കൊരു ലോട്ടറി ടിക്കറ്റ് വാങ്ങിയാലോ എന്ന്. എനിക്ക് ലോട്ടറി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ ഓണം, വിഷു അങ്ങനെയൊക്കെ ആകുമ്പോഴും ലോട്ടറി എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇത്തവണത്തെ ഓണം ബമ്പർ എടുത്തിട്ടില്ലല്ലോ, അങ്ങനെ ഓണം ബമ്പർ എടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്.
ചെറുപ്പത്തിലെന്തോ എനിക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ലോട്ടറി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എടുക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാരും എന്നെ പ്രത്യേകിച്ച് വഴക്കൊന്നും പറയില്ല. അവർക്ക് ഇഷ്ടമാണ്. അവരിൽ നിന്നാണ് ഈ ശീലം എനിക്ക് കിട്ടിയത് തന്നെ. വീട്ടിലെല്ലാവരും ഇങ്ങനെ ലോട്ടറി ഒക്കെ എടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ഇത്തവണത്തെ ഓണം മെമ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത്തവണത്തെ ഓണം മെമ്പർ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയതിന് ശേഷം കുറച്ച് ഉറക്കമൊക്കെ പാസ്സാക്കിയതിന് ശേഷം കുറേ നേരത്തിന് ശേഷം നമ്മൾ നമ്മുടെ സ്റ്റോപ്പിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടുന്ന് നേരെ നടന്ന് നമ്മൾ ഹോസ്റ്റലിലോട്ട് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ, സീ യു ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഇറ്റ്സ് സൈനിങ് ഓഫ് സിംപ്ലി ബൈ ആദിത്യ.